ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തായിരിക്കും? ഞങ്ങൾ എവിടെയാണ്? എൻ്റെയും അമ്മയുടെയും ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അത് പറയുമ്പോൾ ഇത് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ബട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് ഫസ്റ്റ് ടൈം അല്ല. ബട്ട് നമുക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ എക്സൈറ്റ്മെൻറ്റ് ഇല്ല. സ്റ്റിൽ എക്സൈറ്റഡ് ആണ്. അവർ സ്റ്റിൽ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയോ? ഞങ്ങൾ പോകുന്നത് അപ്പം തായ്ലൻഡാണ് ഞങ്ങൾ പോകുന്നത്. സോ എൻ്റെ വ്ളോഗിൽ ഞാൻ എല്ലാം ഇടുന്നതായിരിക്കും. ഞങ്ങളുടെ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ. സോ എല്ലാവരും കാണണം. ആൻഡ് ഞങ്ങളുടെ യാത്ര അടിപൊളിയായി പ്രാർത്ഥിക്കണം. ഓൾദോ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് അപ്ലോഡ് ചെയ്യുള്ളൂ, അത് വേറെ ആയിരിക്കും. സോ ആൻഡ് എൻ്റെ ഡാഡി അവിടെ ഇരുന്ന് മൊബൈൽ കണ്ടെടുക്കുന്നില്ല. ആൻഡ് എൻ്റെ ഫിറ്റ് ചെക്ക് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാം. അങ്ങനെ പിടിച്ച് ഞാൻ കാണിച്ചു കൊടുക്കട്ടെ അവർക്ക് എൻ്റെ ഫിറ്റ് ചെക്ക്. ഗൈസ് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാരണമാണ് ഞാൻ നെർവസ് ആയിപ്പോയി. ഞാൻ കോഫി ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്. സോ സീ യു ലേറ്റർ, ബൈ ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ കസിൻ ബ്രദർ പോൾ നിക്സൺ മാർലി. വി കോൾ ഹിം പോളു സ്നേഹത്തോടെ. അപ്പം ഞാനും പോളും എന്നെ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് അവനെ കൂടെ കുറേ ഫോട്ടോ എടുപ്പിക്കണം. അപ്പോൾ ഇവനാണ് എൻ്റെ മെയിൻ ഫോട്ടോഗ്രാഫർ. സോ സെക്കൻഡ് ഫോട്ടോഗ്രാഫർ ഡെനിൽ ചേട്ടൻ. കാരണം ഡെനിൽ ചേട്ടൻ കൂടുതൽ പ്രയോറിറ്റി പൊന്നുവിനായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ പൊന്നു കൊല്ലും. അത് വേറെ വ്ളോഗർ, ഞാൻ വേറെ വ്ളോഗർ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഹലോ ഗായ്സ്, ഞങ്ങളുടെ ഫസ്റ്റ് ആക്ച്വലി ഇത് ഡാഡിയുടെ സീറ്റായിരുന്നു. ഐ എക്സ്ചേഞ്ച്. ഇവിടെ ഉണ്ട് ആള്, അമ്മയുണ്ട്, ഞാനുണ്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടല്ലോ, എനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ട്. സമയം 2 മണി ആയി. ഞാൻ ഉറങ്ങുമെങ്കിൽ പേരുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും കാണാൻ പറ്റണില്ല. ആക്ച്വലി കാണാൻ പറ്റുന്ന സമയം ആകുമ്പോൾ നിങ്ങൾക്ക് കണ്ണ് തുറക്കും. എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് എ വിൻഡോ സീറ്റ്. ആക്ച്വലി ഹാപ്പി. ഹലോ ഗായ്സ്, സോ ഞങ്ങൾ TMK എയർപോർട്ട്സിലാണ്. ആൻഡ് ഞാൻ എപ്പോൾ വ്ളോഗ് എടുക്കണം കണ്ടാൽ അപ്പോൾ ഈ ആളും വ്ളോഗ് തുടങ്ങും. ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ലൊക്കേഷനായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോകാൻ പോവാണ്. അമ്മ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് പോകാമല്ലോ നമ്മൾ. ഓ അമ്മ കൂൾ. എൻ്റെ ഹാറ്റ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ആൻഡ് നിങ്ങൾക്ക് ഞാൻ ഡാഡിനെ കാണിച്ചിട്ടാണ്. എന്നെ ഈ ട്രിപ്പിന് ഫുള്ളായിട്ട് സ്പോൺസർ ചെയ്യുന്ന ആളാണ് ഈ ഇരിക്കണത്. ഇനിയും ഡാഡി സ്പോൺസർ ചെയ്യുമോ? ഡാഡി മറുപടി ഇല്ല. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി ഇനിയില്ല എന്ന്. സാരില്ല. എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അമ്മ ഒന്നും ഇങ്ങനെ പിടിച്ചേ, ഞാൻ കാണിച്ചു നോക്കട്ടെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഗായ്സ്, നമ്മുടെ വാൻ റെഡിയാണ് നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. കളക്ടേഴ്സ്. അടുത്ത ബ്ലോഗറിൻ്റെ ക്യാമറാമാനാണ് ഡെനിൽ പോൾസ്. ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ ഫുഡ്ലാൻഡിൽ വന്നേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ട്രൈൻ മതിയായി. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ എടുക്കണേ. അറിയില്ല എങ്ങനെ മാനേജ് ചെയ്യുന്നു. ഒരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോഴായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ്. ബട്ട് ഇറ്റ്സ് വെരി ടേസ്റ്റി. ഈ ഒരു ഫ്രൈഡ് റൈസ് മാത്രം മതി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സിൽ എത്തിയിരിക്കുകയാണ്. സോ എന്താണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റിലുള്ളത്? ലെറ്റ്സ് എക്സ്പ്ലോർ. ആൻഡ് വി ഹാവ് ഡെനിൽ പോൾസൺ ഹിയർ.
ഡാഡി. പോളു, നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഓക്കെ, സോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ? ഷോപ്പിംഗ് ആണ്. യെസ്, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി തന്നെയാണ് ഫ്ലോട്ടിംഗ് ഗൈസ്. ഫ്ലോട്ട് ചെയ്യാൻ റെഡി ആണോ ഡെനിൽ പോൾസ്? ഫ്ലോട്ട് ചെയ്യാൻ റെഡി ആണോ? ആ, ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഫ്ലോട്ടിൽ ചെയ്യണേ. ഫ്ലോട്ടിങ് പോകാൻ റെഡി ആണോ കുഞ്ഞു? ഫ്ലോട്ട് ചെയ്യാൻ റെഡി ആണോ? എവിടെ ബോട്ടിങ്ങിന്റെ സാധനം? ഗൈസ്, ഇവിടെ എന്തോരം കടകളാണ് നോക്കും. നമുക്ക് എന്തും പർച്ചേസ് ചെയ്യാൻ ഉള്ള കടകളാണിത്. എല്ലാം ഉണ്ട്. സി, ബാഗ് വേണോ? ബാഗിന് ബാഗ്, ഷെയ്ഡ്സിന് ഷെയ്ഡ്സ്. ആൻഡ് ഇവിടെ കുഞ്ഞുണ്ട്, ഈസ് ടേക്കിംഗ് എ മിറർ സെൽഫി. നമ്മൾ നോക്കി ഇതുപോലെ അവർ കൊണ്ടുപോകും, ചെറിയ ജർക്കിംഗ് ഒക്കെ തരും. അമ്മയ്ക്ക് എന്താ തോന്നണേ? അതിൽ കയറുമ്പോൾ രസമായിരിക്കും അമ്മ. പിന്നെ ഈ വെള്ളത്തിലോട്ട് വീണ ഈ പറയണ ഗെറ്റപ്പൊക്കെ പോയി, അത്രേ ഉള്ളൂ ഗായ്സ്. അങ്ങനെ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ലൊക്കേഷൻ മാറി. അപ്പം ഞങ്ങളതേ ഈ ലൊക്കേഷനിൽ വന്ന് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ടിക്കറ്റ്സ് കൊടുത്തു. സോ എവരിങ് ഇസ് റെഡി. എന്റെ ചേച്ചി ഉണ്ടല്ലോ, എന്താ ചെയ്തെന്ന് അറിയോ? തലയിൽ വെച്ച കൂളിംഗ് ഗ്ലാസ് വെള്ളത്തിലോട്ട് പോയിട്ട് ആ ചേട്ടൻ എടുത്തു കൊടുത്തതാണ് ആ കണ്ടത്. കണ്ടാ, ഡിലേ വന്നു. ദേ നിൽക്കണോ ആള്, ദേ ആള്. എന്താ ചെയ്യണ്ടേ അല്ലേ? ഇതിനെയാണ് ഗൈസ് ലിറ്ററലി ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു അൺവാണ്ടഡ് ഒരു സർക്കംസ്റ്റാൻസിന് ശേഷം നമ്മൾ വീണ്ടും വൈബിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. വൈബിലോട്ട് കണ്ട അമ്മ പറയുമ്പോ ട്രാജഡി കഴിഞ്ഞില്ല നേരത്തെ. നോക്ക്, അതെ, എല്ലാ തരം മാർക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ എല്ലാം കാണും. ഇതാണ് ഇവിടുത്തെ ഓരോ ഫുഡ് സ്റ്റോൾ. നമ്മുടെ ഫേമസ് മാംഗോ സ്റ്റിക്കി റൈസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഗൈസ്. അപ്പം നമ്മളിപ്പോൾ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ പോവുകയാണ്. മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ എക്സൈറ്റഡ് ആണോ? യെസ്. ഫസ്റ്റ് ടൈം അല്ലേ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാൻ പോകുന്നത്? യെസ്. സോ ലെറ്റ്സ് ട്രൈ സം മാംഗോ സ്റ്റിക്കി റൈസ് ഹിയർ. 50 baht. ഒരെണ്ണം കഴിച്ചു ട്രൈ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്താൽ പോരെ. 1 മാംഗോ സ്റ്റിക്കി റൈസ്. മാംഗോ സ്റ്റിക്കി ലൈൻ. നമ്മുടെ ഈ ആഹാന കൃഷ്ണ പറയുന്ന മാംഗോ സ്റ്റിക്കി റൈസിൽ പറഞ്ഞു ക്വാണ്ടിറ്റി കുറവാന്ന് തോന്നുന്നു. അപ്പോൾ എന്താ വേണ്ട വെക്കണോ? ഒരെണ്ണം മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഈ ആഹാന പറഞ്ഞ മാംഗോ സ്റ്റിക്കി റൈസ് ഇത്രയും വേർത്താണോ എന്ന് നോക്കാം. ഓക്കെ ഫേമസ്, ഇതാണ് നമ്മുടെ ഫേമസ് മാംഗോ സ്റ്റിക്കി റൈസ്. ഹായ് ഗായ്സ്, ഇപ്പം നമ്മൾ ഈവനിങ് ഒരു 5-6 PM ആയി. ഞങ്ങൾ അൽക്കാസ ഷോ കാണാൻ വന്നേക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പട്ടായയിൽ ഈവനിങ്. ഫുൾ ഓൺ ആൻഡ് ഓൺ ആണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് വൻ ഡെക്കറേഷൻസ് കണ്ടാ. ഞങ്ങളെല്ലാവരും ക്രിസ്മസ് വൈബിലാണ് നിൽക്കണം. ഞാൻ റെഡ്, കുഞ്ഞു ബ്ലാക്ക്. ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇവിടെ കുറേ നല്ല നല്ല ഫോട്ടോ കിട്ടും. അത്ര നല്ല ലൈറ്റിങ് അവിടെ. അതിലെടുത്താൽ മതി. പോയി നോക്ക്, നല്ല ക്രിസ്മസ് വൈബില്ലേ കുഞ്ഞിവിടെ. കാരണം നല്ല ഡെക്കറേഷനും നല്ല സോങ്സും
വെരി ഫൺ വൈബാണ്. ഡാഡി ഡാഡിയുടേതായ ലോകത്താണ്. സാരില്ല, നമുക്ക് വെറുതെ വിടാം, ആളെ വൈബാക്കിക്കോട്ടെ. ഞങ്ങൾ പട്ടായിൽ മുംബൈ മസാല ഡാഡി സ്പോട്ടാക്കി. അപ്പോൾ ഡാഡി മുംബൈ മസാലയിലോട്ട് കാണും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിത് നൈറ്റിൽ ഒരു സ്പെഷ്യൽ അൽക്കാസ ഷോയിലാണ് വന്നേക്കണേ. അപ്പോൾ അവിടെ വന്നിരിക്കണ എല്ലാവരും ഞാൻ കാണിച്ചു തരാം. അവർ ഭയങ്കര ഭംഗിയിൽ വന്നേക്കണേ, ഭംഗി രസം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ സുന്ദരികൾ. എനിക്ക് ഈ ചേച്ചിയുടെ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ടല്ലേ. ഇവിടെ ഭയങ്കര തിരക്ക്, എല്ലാവരും ഫോട്ടോ വീഡിയോ എടുക്കാൻ വന്നേക്കാണ്. ഹലോ, അപ്പോൾ നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് അൽക്കാസാർ ഷോ ഇപ്പം ആരംഭിക്കുന്നതാണ്. എനിക്കും അമ്മയ്ക്കും ഡാഡിക്കും കിട്ടിയ സീറ്റാണിത്. പൊന്നൂനും ഡൽചേട്ടനും ഫോണിനും കിട്ടിയ സീറ്റാണ് അത്. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഡാഡി എന്നിട്ട് റെഡ് ലേബിൾ, ഡാഡി 7-Eleven സ്റ്റോറിൽ ചെന്നിട്ട് റെഡ് ലേബലിൽ എത്രയാന്ന് വെച്ചപ്പോൾ അവര് തായ് പായ് എന്ന് പറഞ്ഞു. അപ്പൊ ഡാഡി നോക്കും, എന്നിട്ട് പറഞ്ഞ് തായ് പായാ എന്നുള്ള രീതിയിൽ. അതാണ് ഡാഡി പറഞ്ഞ ചായപ്പൊടിയാ. അയ്യോ, റെഡ് ലേബിൾ ഡ്രിങ്ക് ആണോ അത്. ഗൈസ്, ഞങ്ങളിപ്പോ മൊത്തം കുപ്പി ഡാഡി കഴിക്കോ? ഇല്ല, അത് ചെറിയ ബോട്ടിലാ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വണ്ടി അതിനെത്ര 500 തായ്പാത്ത, അത് നമുക്ക് നാട്ടിൽ കിട്ടും അല്ലേ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. വണ്ടിക്ക് നമ്മുടെ ഫേമസ് 7-Eleven സ്റ്റോർ. ഇവിടെ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളിങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ് തപ്പണമെങ്കിൽ ഇവിടെ വന്നിട്ട് കണ്ടത് കുറേ ടൈപ്പ് ഫ്രൈഡ് റൈസ് അത് നമുക്ക് ചൂടാക്കി തരും, കഴിക്കാം. കണ്ട പിസ്സ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്. പിന്നെ ഡെസേർട്ട് വേണം നിങ്ങൾക്ക്, ഇവിടെ ഡെസേർട്ട് സെക്ഷൻ ഉണ്ട്. ഐസ്ക്രീം വേണോ നിങ്ങൾക്ക്, ഇവിടെ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ ഉണ്ട്. ഡ്രിങ്ക്സ് വേണോ നിങ്ങൾക്ക്, ഇവിടെ പലതരം ഡ്രിങ്ക്സ് ഉണ്ട്. ഭയങ്കര രസമാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് വെച്ചാൽ. ഓക്കെ, ആൻഡ് ഞങ്ങളെടുത്തത് ഞങ്ങളിവിടെ ബിൽ കൗണ്ടർ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇത് സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ വിത്ത് ബേസിൽ വിത്ത് റൈസ്, അങ്ങനെയൊക്കെ സാധനം. ഡാഡിയുടെ പോർക്ക് ഫ്രൈഡ് റൈസ് ആണ്. ഇഷ്ടപ്പെട്ടോ ഡാഡി? ഗൈസ്, ഡാഡിക്ക് നിർബന്ധം ബീച്ചിന് ഇതിൽ. എൻ്റെ ഷൂ റിസ്ക് ആക്കിയിട്ടാണ് ഞാൻ ഈ ബീച്ചിൽ കൊണ്ട് നടക്കുന്നത്. സാരില്ല, ഡാഡിയുടെ ഒരു ആഗ്രഹമല്ലേ. പക്ഷെ ആരെങ്കിലൊക്കെ ഒരു ആഗ്രഹങ്ങൾ പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേ. ആഹാ, ഇവരെയും കൂടി വിളിക്കാണ്, പക്ഷെ അവര് കേൾക്കുന്നില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് നിക്ക്, ഇങ്ങോട്ട് നിക്ക്, ഇങ്ങോട്ട് നിന്നേ, ഞാൻ പറഞ്ഞേക്ക്. അത് കുഴപ്പമില്ല. അതേ അവിടെ വേറെ ആൾക്കാർ നിക്കണു, ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാർ നിക്കണ്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങളുടെ നൈറ്റ് റൈഡിന് നമ്മള് നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതുവരെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്തിട്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പട്ടായയിൽ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യണം. ഇടയ്ക്കൊരു എനർജി വന്നത് വീഡിയോ ആരും ഇട്ട് ഞാൻ എന്റെ വ്ളോഗ് എടുത്തോണ്ടിരിക്കാം. ഹലോ ഗായ്സ്, അപ്പം ഇവിടെ ഒരാള് പിണക്കത്തിലാണ് എന്ന പിണക്കത്തിലല്ല എന്നുള്ള രീതിയിൽ എന്റെ കൂടെ ഉണ്ട്. ഇവിടെ ഒരാള് എല്ലാം ഒപ്പിച്ചിട്ട് എല്ലാരും എന്നെ കുറ്റം പറയണമെന്ന് പറഞ്ഞിരിക്കും. ബട്ട് ഇത് എല്ലാത്തിനും ഇടയിൽ പെട്ട ഒരാളുണ്ട്, അതാണ് ഞാൻ. ഒരാളുടെ പിന്നാലെ ഓടണം, മറ്റാളുടെ പിന്നാലെ ഓടണം. പിന്നെ ഞാനും പോളൂ നമ്മ രണ്ടുപേരാണ് ഇതിന്റെ എല്ലാത്തിനും ഇടയിൽ പെട്ടേക്കുന്ന രണ്ടാൾക്കാർ. സോ എങ്ങനെയെങ്കിലും ഇവര് 4 ഏരിയല്ല, ഇവരെല്ലാരും ഒന്ന് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളത് എന്റെ ഒരു മാത്രം അപ്പം ഞങ്ങളൊക്കെ കാരണം നമുക്ക് ഈ ട്രിപ്പ് എങ്ങനെയെങ്കിലും ഹാപ്പി ആക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പിന്നെ ചട്ടിയും കലയെ തട്ടി മുട്ടിയിരിക്കുമല്ലോ, പക്ഷെ എന്നാലും എപ്പോഴും തട്ടും മുട്ടലാണ്. അതായിട്ടുള്ള ചെറിയ പ്രശ്നമുള്ളൂ. എപ്പോൾ പുറത്തിറങ്ങിയാലും ഇതാണ് അവസ്ഥ. ഇത് മുന്നത്തെ വ്ലോഗുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ട് നമ്മുടെ കള്ളച്ചിട്ടുണ്ട് വാക്കുട്ട നീ ഇത് കാണണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉടനെ കോൾ ചെയ്യണം. നീ എന്നെ വിളിച്ചു എന്ന് എനിക്കറിയാം, ഒരു പ്രാവശ്യം വിളിക്കണേ. സോ ഡാഡി ഇപ്പൊ മറ്റേ ഞാൻ പറഞ്ഞില്ല ഒരു എനർജി ബാർ ഡ്രിങ്ക് മേടിച്ചിരുന്നു, അതോടെ ആള് ഫുൾ ഓൺ എനർജി ആയിപ്പോയി. അതുകൊണ്ട് ബീച്ചില് ഒരു വീഡിയോ എടുപ്പിച്ചു. ഇപ്പൊ തലയില് തൊപ്പി എന്നിട്ടാ മാറ്റി വെച്ചിട്ടുള്ള രീതിയിലാണ് പുതിയ സ്റ്റൈല് ഡാഡിയുടെ. ഇതണ്ടാ ഒരു ഇച്ചിരി എനർജി കഴിപ്പിക്കും ആളുടെ സ്റ്റൈലേ മാറി. കുറച്ചു മുമ്പ് ഡാഡി ഒന്ന് പറയാനേ, അതാണ് ഡാഡി കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് പറയാം. അതെ ഇവിടെ എല്ലാവരും വാങ്ങിക്കുന്നത് ആ കടയിൽ നിന്നാണ്. ആ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു ഞാൻ ലാഭമാണ് ടേസ്റ്റും ഉണ്ട്. ഇതന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞ. ഇവിടെ ഒരാളുണ്ട് ഒരു കോലും പിടിച്ചിട്ട് രാവിലെ തുടങ്ങി നടക്കണ്ട.